എൻ്റെ പേര് ബിജു, ഹസ്ബൻഡ് ബെഡ്വിൻ. ഞങ്ങൾ യു എയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വലിയൊരു സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2022 എൻ്റെ ഹസ്ബൻഡ് നിലത്ത് ഇത്തിരി വെള്ളം കിടന്നേച്ച് കാല് വഴുതി വീണ് അപ്പം തന്നെ താഴത്തോട്ട് വീണപ്പോൾ തന്നെ കരച്ചിലായിരുന്നു. അങ്ങനെ തന്നെ ഉടനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ നട്ടെല്ല് ഡോക്ടർ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ആംബുലൻസിൽ ഒരു കണക്കിന് വീട്ടിൽ കൊണ്ടുവന്നാക്കി. ആ കിടന്ന കിടപ്പായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് ഒരു 6 മാസത്തേക്ക് ആൾ എഴുന്നേക്കുവാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു ഫുഡ് കഴിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും കിടന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ഡിസംബർ 1-ാം തീയതി വീണ് ജനുവരി 3-ാം തീയതി ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ശക്തമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എന്നെ എഴുത്തി നടത്തണേ എന്ന്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും മോളും അടുത്ത് തന്നെ നിൽപ്പുണ്ടായി ആരാധന കൂടാനായിട്ട്. ഞങ്ങളുടെ ഇടയിൽ കൂടി ഓടിപ്പോണ് ഹസ്ബൻഡ്. ഞാനും മോളും കൂടി ഓടി ചെന്ന് പിടിക്കുകയാണ്. കമ്പി ബെൽറ്റിൻ്റെ ഉള്ളിൽ കിടക്കണ ആളാണ്. കട്ടിൽമേന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഞങ്ങൾ തൊട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, എൻ്റെ മേത്ത് തൊടരുത്, മാതാവ് എന്നോട് പറയണം നിനക്കൊന്നുമില്ല, നീ എഴുന്നേറ്റ് ഓടുക. അങ്ങനെ ഞാൻ ഓടുകയാണെന്നും പറഞ്ഞിട്ട് സ്പീഡിൽ നടന്നുപോയി ഗേറ്റ് തുറന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് താക്കോലും ഇങ്ങോട്ട് എടുത്തേ, അമ്മ എന്നോട് പറയണേ നീ വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു റൗണ്ട് അടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ഞങ്ങൾ പേടിച്ച് നിൽക്കുകയാണ്. അതുപോലെ വായ ഒപ്പിളിക്കാൻ പോലും തലപൊക്കിയ വേദന കൊണ്ട് പൊളയണ ആളായിരുന്നു. അപ്പം താക്കോലെടുത്ത് കൊടുത്ത് അതും കൊണ്ട് വണ്ടി കൊണ്ടുപോയി ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വന്ന്. അന്ന് തുടങ്ങി ഇന്ന് വരെ ആ നടുവിനൊരു വേദന ഒന്നുമില്ല. വെയിറ്റ് എല്ലാം എടുക്കും, എല്ലാ ജോലിയും ചെയ്യും, യാതൊരു കുഴപ്പമില്ലാതെ നടക്കുകയാണ്. അമ്മ നൽകിയ ഈ വലിയൊരു അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഡോക്ടർമാർ പോലും അതിശയിച്ചു പോയി. 6 മാസം പോയിട്ട് 1 വർഷത്തിനുള്ളിൽ പോലും എഴുന്നേറ്റ് നടക്കുമെന്ന് ഡോക്ടറിന് സംശയമായിരുന്നു. അത്രയ്ക്ക് വലിയ മുറിവാണ് നട്ടെല്ലിനുണ്ടായിരുന്നത്. ആരാധൻ്റെ സമയത്ത് അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് യു എയിൽ കൊറോണ സമയത്ത് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. ബിസിനസ്സെല്ലാം ഭയങ്കരമായിട്ട് പൊളിഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് NOC കിട്ടണമെങ്കിൽ അറബിയുടെ ഓഫീസിൽ നിന്ന് പേപ്പർ വർക്കുകളെല്ലാം ശരിയായി കിട്ടണം. അപ്പോൾ അവിടെ ഉള്ള കടബാധ്യതകളെല്ലാം നമ്മൾ തീർത്തെങ്കിൽ മാത്രമേ ആ പേപ്പർ നമ്മൾക്ക് തരുള്ളൂ. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യം പോയി പറഞ്ഞിട്ടും അവരൊന്നും സമ്മതിച്ചില്ല. മുഴുവൻ പണവും ഞങ്ങളോട് കെട്ടണമെന്ന് പറഞ്ഞ്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് ഉടമ്പടി ഉപ്പിട്ട് അറബിയുടെ ഓഫീസിൽ പോയി പ്രാർത്ഥിക്കാം, മാതാവ് നമ്മളെ കൈവിടൂലെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഉച്ചക്ക് ഉടമ്പടി ഉപ്പുമായിട്ട് അറബിയുടെ ഓഫീസിൽ പോയി. അവിടെ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പോഴും എന്നിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സാധ്യതയില്ല, 2 ദിവസം കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു വെള്ളിയാഴ്ചയാണ് പോയത്. ശനിയാഴ്ച ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. ഞങ്ങൾ അറബിയുടെ ഓഫീസിൽ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായ അത്രയും തുകയും മുഴുവനും എഴുതി തള്ളി എന്ന് പറഞ്ഞ്. 10-12 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു. ആ പൈസ മുഴുവനും എഴുതി തള്ളി. നിങ്ങൾ ഒരു പൈസ കെട്ടണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ശരിയാക്കി തന്ന്. വെള്ളിയാഴ്ച ദിവസം അറബികൾ അവിടെ ഓഫീസിൽ അങ്ങനെ വരാറില്ല, ഒരു പേപ്പർ വർക്ക് ഒപ്പിട്ട് കൊടുക്കാറില്ല. ഞങ്ങൾക്ക് അന്ന് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം അറബിനെ വെള്ളിയാഴ്ച ഓഫീസിലേക്ക് വിട്ടതാണ്. അന്ന് വെള്ളിയാഴ്ച വന്ന അറബി എല്ലാ പേപ്പർ വർക്കും ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്ന് ഒരു പൈസയും ഞങ്ങളോട് കെട്ടണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും അമ്മ വിമുക്തമാക്കി. അവർക്ക് തന്നെ അതിശയമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം വെള്ളിയാഴ്ച അറബി അവിടെ വന്നതാണെന്നാണ് പറയണത്. അവർ വരാറില്ല ഒരു കാര്യത്തിനും വെള്ളിയാഴ്ച ദിവസം എന്നും പറഞ്ഞ്. പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയണത്, മകള് +2 കഴിഞ്ഞപ്പോൾ മകളെ നാട്ടിലേക്ക് കൊണ്ടുപോകണോ അവിടെ പഠിപ്പിക്കണോ? അവിടെ പഠിപ്പിക്കണം നല്ല സാമ്പത്തികമായിട്ട് നല്ല ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ നടക്കയിൽ മോള് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച്, അമ്മ എനിക്ക് അവിടെ തന്നെ പഠിക്കണം, അമ്മ എന്നെ പഠിപ്പിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കി തരണേന്ന്. ഒരു കുഴപ്പം കൂടാതെ മോളെ പഠിപ്പിക്കാനുള്ള എല്ലാ വഴികളും അമ്മ ഞങ്ങൾക്കായി ഒരുക്കി തന്ന്. മോളിപ്പോൾ അവിടെ യു എയിൽ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുകയാണ്. ആ വലിയ അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞങ്ങളുടെ രോഗം മാറ്റണത്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവാറില്ല.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വായലിടും എല്ലാ ദിവസവും. ഞങ്ങളുടെ ശരീരം മുഴുവനും അമ്മയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ് വായലിടുന്നത്. ഒരു ഡോക്ടറിൻ്റെ അടുത്തും അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പോണതിന് നല്ല ചിലവാണ്. പക്ഷെ ദൈവം 2-3 വർഷങ്ങളായിട്ട് ഞങ്ങളെ ഒരു ഡോക്ടറിൻ്റെ അടുത്തും വിടാതെ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിൽ ഞങ്ങളവിടെ ജീവിക്കുകയാണ്. പിന്നെ എന്ത് രോഗം വന്നാലും, എനിക്ക് മോൾക്കൊക്കെ വന്നാലും തേൻ കഴിക്കുമ്പോൾ അപ്പം തന്നെ അത് മാറും. അങ്ങനെ അമ്മ മാതാവ് ഓരോ നിമിഷം ഞങ്ങളെ കൈപിടിച്ച് നടത്തിയാണ്. ഒരു പേടിയില്ല. എന്ത് പ്രയാസം വന്നാലും ഞാനപ്പം തന്നെ പറയും മോളോടും ഹസ്ബൻഡോടും, എന്തിനാ പേടിക്കണത്? നമ്മുടെ കൂടെ നമ്മുടെ അമ്മയില്ലേ, നമ്മുടെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ അമ്മയല്ലേ, അത് മതി, അത്രയും മതി. ആ നിമിഷം ആ ഒരു ശക്തി, നമ്മൾ ഏത് കാര്യത്തിനാണ് വിഷമിക്കുന്നത് ആ കാര്യം അമ്മ നമുക്ക് നടത്തി തരും. എന്ത് കാര്യത്തിനും ഞങ്ങളെക്കാളും മുമ്പ് ഞങ്ങളുടെ ആവശ്യം എൻ്റെ അമ്മക്കറിയാം, അമ്മ നടത്തി തരും. ഒരുപാട് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്ന അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാൻ വന്നില്ല. ഇന്നലെ രാത്രിയും കൂടി ഉറങ്ങണ നേരത്തും കൂടി സന്തോഷിച്ചാണ് വന്നത്. ഇന്ന് അമ്മനെ ഒന്ന് കാണാനില്ലാന്ന് അത്ര സന്തോഷിച്ചാണ് അമ്മനെ കാണാനായിട്ട് UAE നിന്ന് ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ വന്നത്. ഇവിടെ അമ്മനെ ഒരു നോക്ക് കാണാൻ, അത് മതി, അതിലപ്പുറം ഞങ്ങൾക്കൊന്നും വേണ്ട. അമ്മനൊന്ന് കണ്ടാൽ മതി. പിന്നെ ഞങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാൻ അങ്ങനത്തെ അനുവാദങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഇത് ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് ഞങ്ങളാലാവുന്ന എല്ലാ വീടുകളിലും ഞങ്ങളവിടെ കൊടുക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും പൈസ വേണോ? ഫ്രെയിം ചെയ്ത വലിയ ഫോട്ടോയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും പൈസക്കാണോ? അപ്പോൾ ഞങ്ങൾ പറയും പൈസക്കല്ല, മാതാവ് എത്രയോ വീടുകളിൽ എത്താൻ പറ്റുമോ അത്രയും വീടുകളിൽ ഞങ്ങൾ എത്തിക്കും. കരസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലൊക്കെ അംഗങ്ങളാണ് ഞങ്ങൾ. കരസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലെ എല്ലാ വീടുകളിലും മാതാവ് ഇനി റാസൽ ഗെയിമേൽ, ഞങ്ങൾ UAE റാസൽ ഗെയിമേലാണ്. എത്രയോ വീടുകളിൽ ഞങ്ങൾക്ക് എത്തിക്കാമോ അത്ര വീടുകളിൽ ഞങ്ങൾ മാതാവിൻ്റെ ഫോട്ടോ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഹിന്ദുക്കളൊക്കെ വിളിച്ചു വരും. ഇപ്പം അവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ മാതാവിനെ കൊടുക്കുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചു പറയും 5 ഫോട്ടോ വേണം, 10 ഫോട്ടോ വേണം ഫ്രെയിം ചെയ്തതെന്ന്. ഞങ്ങളതെല്ലാവർക്കും കൊടുക്കും. ആര് ചോദിച്ചാലും ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം അതാണ്. UK എന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പറയും 10 ഫോട്ടോ കൊണ്ടുപോകാൻ തരുമോ എന്ന് ചോദിക്കും. ഞങ്ങളുടെ അവിടെ ഉള്ളവരെ കസിൻസൊക്കെ വരുമ്പോഴേക്കും എത്ര ഫോട്ടോ ആരാവശ്യപ്പെടുന്നു അത്ര ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞങ്ങൾ മാതാവിനെ കൊടുക്കും. അങ്ങനെ എല്ലാ വീടുകളിലും ഞങ്ങളോട് ആവശ്യപ്പെടുന്ന എല്ലാ വീടുകളിലും മാതാവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞങ്ങൾ മാതാവ് ലോകം മുഴുവൻ അറിയപ്പെടണം, എല്ലാവരും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറണം. അത് വിചാരിച്ച് എല്ലാവർക്കും ഞങ്ങൾ ആ ഫോട്ടോ കൊടുക്കും. പിന്നെ ഞങ്ങളാലാവുന്നത് സാമ്പത്തികമായിട്ട് വിഷമിക്കണ എല്ലാവരെയും ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. എപ്പോഴും ഒരു വിശ്വാസം, അത് മാത്രമേ ഉള്ളൂ. ഒന്നിനും ഒരു പേടിയില്ല, ഒരു ഭയവുമില്ല, എപ്പോഴും ധൈര്യമാണ്. എന്തിനാ വിഷമിക്കണത്? അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കൊരമ്മ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ വിഷമിക്കണത്? അത് ഞാനും ഹസ്ബൻഡും മോളും കൂടി എപ്പോഴും പറയും അമ്മ ഉണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെ അമ്മ എപ്പോഴും കൈപിടിച്ച് നടത്തിയിരിക്കുന്നു. അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു. എല്ലാത്തിലുപരി എൻ്റെ അമ്മനെ ഇന്നിവിടെ ഒന്ന് കാണാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സഹായിച്ചതിന് 1000 നന്ദി.